students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 8th lecture on accounting standards. This lecture is based on accounting bodies, which is the first module in the subject accounting standards for semester 4 students of MCOM. In previous lecture, we were discussing about accounting standard board, and in this lecture, we are going to discuss about procedure adopted by ASB in formulating accounting standards. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ നമുക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബ്രോഡ് ഏരിയാസ് ബൈ ASB ഫോർ ഫോർമുലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫോർമുലേഷനുള്ള ബ്രോഡ് ഏരിയാസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. Second one is constitution of study groups by Accounting Standard Board to consider specific projects and to prepare preliminary drafts of the proposed accounting standards. Constitution of study groups by Accounting Standards Board സ്പെസിഫിക് പ്രോജക്ട്സിനെ കൺസിഡർ ചെയ്യുകയും പ്രപ്പോസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രിലിമിനറി ഡ്രാഫ്റ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. ദ ഡ്രാഫ്റ്റ് നോർമലി ഇൻക്ലൂഡ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ സ്റ്റാൻഡേർഡ്, definitions of the terms used in the standard, recognition and measurement principles wherever applicable, and presentation and disclosure requirements. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രാഫ്റ്റിൽ നോർമലി സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും ഇൻക്ലൂഡഡ് ആണ്. സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ആപ്ലിക്കബിൾ ആകുന്ന ഏരിയാസിൽ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ് ആണ്. പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. Consideration of the preliminary draft prepared by the study group of ASB and a revision if any of the draft on the basis of deliberations. അതായത് ASBയുടെ സ്റ്റഡി ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത പ്രിലിമിനറി ഡ്രാഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെലിബറേഷൻസ് എന്തെങ്കിലും റിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. Circulation of draft of accounting standard after revision by ASB to the council members of ICAI and specified outside bodies such as Ministry of Corporate Affairs MCA, Securities and Exchange Board of India SEBI, Comptroller and Auditor General of India C&AG, Central Board of Direct Taxes CBDT, Standing Conference of Public Enterprises SCOPE, etc. for comments. അതായത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഡ്രാഫ്റ്റ് റിവിഷന് ശേഷം ASBയുടെ റിവിഷന് ശേഷം ICAIയുടെ കൗൺസിൽ മെമ്പേഴ്സിനും ആൻഡ് സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസിനും സർക്കുലേറ്റ് ചെയ്യുന്നു. ആ സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് തുടങ്ങിയവയാണ്. സോ ICAIയുടെ കൗൺസിൽ മെമ്പേഴ്സിനും ഇവിടെ പറഞ്ഞ സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസിനും ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ പ്രിലിമിനറി ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്യുന്നു. മീറ്റിംഗ് വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസ് ടു അസർടൈൻ ദെയർ വ്യൂസ് ഓൺ ദ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് മീറ്റിംഗ് നടത്തി പ്രപ്പോസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഡ്രാഫ്റ്റിലുള്ള അവരുടെ വ്യൂസ് അസർടൈൻ ചെയ്യുന്നു. ഫൈനലൈസേഷൻ ഓഫ് ദ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ്സ് ഇഷ്യൂവൻസ് ഇൻവൈറ്റിംഗ് പബ്ലിക് കമൻറ്റ്സ്. പ്രപ്പോസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ എക്സ്പോഷർ ഡ്രാഫ്റ്റിൻ്റെ ഫൈനലൈസേഷൻ നടത്തുന്നു. പബ്ലിക് കമൻറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. Consideration of comments received on the exposure draft and finalization of the draft accounting standard by the ASB for submission to the Council of the ICAI for its consideration and approval for issuance. അതായത് എക്സ്പോഷർ ഡ്രാഫ്റ്റിൽ റിസീവ് ചെയ്ത കമൻസ് കൺസിഡർ ചെയ്യുകയും ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ ഫൈനലൈസേഷൻ നടത്തുകയും ചെയ്യുന്നു. ഫോർ സബ്മിഷൻ ടു ദ കൗൺസിൽ ഓഫ് ദ ICAI. ഇങ്ങനെ ഫൈനലൈസ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് ICAIയുടെ കൗൺസിലിൽ സബ്മിഷന് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ഫോർ ഇറ്റ്സ് കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ ഫോർ ഇഷ്യൂവൻസ്. കൺസിഡറേഷൻ ഓഫ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ബൈ ദി കൗൺസിൽ ഓഫ് ദ ICAI ആൻഡ് ഇഫ് ഫൗണ്ട് നെസസറി മോഡിഫിക്കേഷൻ ഓഫ് ദ ഡ്രാഫ്റ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ASB ഈസ് ഡൺ. അതായത് ICAIയുടെ കൗൺസിൽ പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇഫ് ഫൗണ്ട് നെസസറി ASBയെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഡ്രാഫ്റ്റിൻ്റെ മോഡിഫിക്കേഷൻ നടത്തുന്നു. The accounting standard on the relevant subject for non-corporate entities is then issued by the ICAI. And then accounting standard on the relevant subject
ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനായുള്ള റിലവൻറ്റ് സബ്ജക്റ്റിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ICAI ഇഷ്യൂ ചെയ്യുന്നു. ഫോർ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനായുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. These are the procedure adopted by ASB in formulating accounting standards. Hope you all understand about this topic. Thank you.